ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. നവരാത്രി സ്പെഷ്യൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കുക. അതൊരു സൈഡിലേക്ക് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അത് കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരണം. ഇനി നമുക്കത് മാറ്റാം. ഇനി അതിലേക്ക് തന്നെ 1/2 കപ്പ് കപ്പലണ്ടിയാണ്. ഇത് ഓൾറെഡി നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയ കപ്പലണ്ടിയാണ്, അതുകൊണ്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഈ അവിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയും 1/2 കപ്പ് പൊട്ടുകടലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതും ഫ്രൈ ചെയ്തതാണ് ഓൾറെഡി, അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. പച്ചയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരിക. അതൊരു ബൗളിലേക്ക് മാറ്റുക. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 5 ഏലക്കയും കൂടെ പൊടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി 1/2 കപ്പ് നാളികേരം ചിരകിയതും 1/2 കപ്പ് ശർക്കര ചിരകിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നെയ്യ് ചേർക്കുന്നത് ഈ ഒരു പൊടിക്ക് നല്ലൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുക്കുക, ചെറിയ ഉരുളകളാക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുക. അധികം തിന്നായി പോകരുത്, ഇച്ചിരി തിക്കായിട്ട് തന്നെ പരത്തുക. ഈ ഒരു വലുപ്പം മതിയാവും. അപ്പോൾ ഞാനിവിടെ അച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിന് നടുവിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതേപോലെയുള്ള അച്ചില്ലെങ്കിൽ നമ്മളിതേപോലെ ചെറിയ റൗണ്ടായിട്ട് പരത്തുക. എന്നിട്ട് ചെറിയ നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ ചെറിയതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂട്ടാനൊക്കെ കൊണ്ടുവന്നേ, റൗണ്ടിലുള്ളതുണ്ടെങ്കിൽ അതിൽ വെച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലുള്ള റൗണ്ട് കിട്ടും. പിന്നെ നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് 2ആയിട്ട് മടക്കി ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരളവിലൊരു 15 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് വറുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് തീ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക. വീണ്ടും നമുക്കിങ്ങനെ തീ അങ്ങനെ കൂട്ടിയും കുറച്ചും വെച്ച് നമുക്ക് ഇതേപോലെ നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല കറുമുറ കഴിക്കാം. മാത്രമല്ല അതിനുള്ളിലെ ഫില്ലിംഗ് ആണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. കപ്പലണ്ടിയും പൊട്ടുകടലയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ലൊരു മധുര ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കഴിച്ചു പോകണം കേട്ടോ. നല്ല കറുമുറാന്നിരിക്കുന്നു, പൊട്ടിച്ച് നോക്കി ഉണ്ടോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.